ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എ ടി എമ്മിൽ പോയാലോ? അപ്പോൾ ഞങ്ങൾ എ ടി എമ്മിലല്ല പോണേ, സി ഡി എമ്മിലാണ് പോണേ. ഇപ്പോൾ ചോറ്റാനിക്കര അപ്പോൾ പൈസ അക്കൗണ്ടിൽ ഇടണേ. ഈ രാത്രിയാണോ സി ഡി എമ്മിലൊക്കെ പോണേന്ന് ഓർക്കും. ഞങ്ങൾ അവസാന നിമിഷം എന്തും ചെയ്യുള്ളൂ. അപ്പോൾ നാളെ വണ്ടിയുടെ പൈസ പിടിക്കും. പക്ഷേ ആ നേരം ആയപ്പോഴാണ് ഓർക്കണേ ക്യാഷ് കയ്യിലിരിക്കണ അക്കൗണ്ടിലല്ലെന്ന്. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി പോകും. ഞങ്ങൾ എവിടെ പോയാലും എല്ലാവരും കൂടിയേ പോവുള്ളൂ. അപ്പോൾ ചാടി പിടിച്ച് കണ്ണപ്പം ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. ഇനി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് റെഡിയാക്കണം. അവനോട് ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ ഇരിക്കേണ്ട, പക്ഷെ കേൾക്കുമോ? അവന് ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. അപ്പോൾ അവൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുവാണേ. ഇപ്പോൾ നിങ്ങൾ ഓർക്കണ്ടാവും, ഒരാൾ പോയാൽ പോരെ, എന്തിനാ എല്ലാം കൂടി പോണേന്ന്. പക്ഷെ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെല്ലാം കൂടി പോകും. ആദ്യം പോണത് ഞാനാണ്. അപ്പോൾ എൻ്റെ പുറകെ 2 പിള്ളേരും വരുമല്ലോ. അതാണ് ഞങ്ങളെല്ലാം കൂടി പോണത്. നിങ്ങളിൽ ആർക്കൊക്കെ സി ഡി എം വഴി പൈസ അക്കൗണ്ടിട്ട് ഇടാനറിയാം? എനിക്കറിയത്തില്ല കേട്ടോ. ഏട്ടന് മാത്രം അറിയുള്ളൂ. ഞങ്ങൾ പിന്നെ ചുമ്മാ കയറി പോകണമെന്നേ ഉള്ളൂ. 2-3 പ്രാവശ്യം എന്നെ കാണിച്ചു തന്നതാണ്. പക്ഷേ ഞാൻ മറന്നുപോയി. ഞാനെപ്പോഴും ഇടാറുമില്ല. പക്ഷേ ഏട്ടൻ മിക്കപ്പോഴും പോയി സി ഡി എം വഴിയാട്ടോ പൈസ ഇടുന്നത്. ഞാനിരുന്നു എന്ത് ചെയ്യും, ബാങ്കിൽ പോയി റെസീറ്റ് വാങ്ങിച്ച് അത് എഴുതി കൊടുക്കും. അതാകുമ്പോൾ പണിയൊന്നുമില്ലല്ലോ, എഴുതാൻ അറിഞ്ഞാൽ മതിയല്ലോ. അതങ്ങ് എഴുതി കൊടുത്താൽ വേറെ പണിയില്ല. പക്ഷേ ഇന്നാളെ ഏട്ടനൊരു പണി കിട്ടി. സി ഡി എം വഴി അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് ആ പൈസ അക്കൗണ്ടിട്ട് ചെന്നില്ല. അതെന്തോ അതിൽ കുടുങ്ങിപ്പോയി. പിന്നെ ബാങ്കിൽ പോയി പരാതിക്ക് എഴുതി കൊടുത്ത് വൈകിട്ടായപ്പോഴേക്കും അവർ പൈസ തിരിച്ച് റീഫണ്ട് ചെയ്തിട്ടോ അക്കൗണ്ടിട്ട് ഇട്ട്. അപ്പോൾ അവർ പറഞ്ഞ് സി ഡി എമ്മിൽ ഇടയ്ക്ക് അങ്ങനെ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ വൈകിട്ടാകുമ്പോൾ ക്യാഷ് അതിൽ നിന്ന് എടുക്കുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അവർ കറക്റ്റ് ചെയ്ത് പരാതിയുടെ ഇതനുസരിച്ച് പൈസ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വൈകിട്ടായില്ല കേട്ടോ. എനിക്ക് 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ പൈസ അക്കൗണ്ടിൽ വന്നട്ടോ. അപ്പോൾ ഇങ്ങനെ പണി കിട്ടിയേക്കണവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കണ്ണപ്പനും അമ്മയും കൂടി പുറത്തോട്ട് നോക്കിയിരിക്കുവാണ്. എന്താ കാര്യമെന്ന് അറിയില്ല. അവിടെ പാനിപ്പൂരി കടയുണ്ട്. അപ്പോൾ അത് അടച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൈസ ഇട്ട് വീട്ടിൽ പോകുന്നു. ഇനി വീട്ടിൽ വന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി മതി. എല്ലാ പണിയും കഴിഞ്ഞ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.